നമസ്കാരം. പൊതുജനം കഴുതയല്ല എന്ന അധികാരികളെ ഓർമ്മിപ്പിക്കാനും ജനങ്ങൾക്ക് ഓർക്കാനുമുള്ള ജനകീയ വാർത്താ ബുള്ളറ്റിനിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ അമൽ. ആരംഭിക്കുന്നു പൊതുജനം കഴുതയല്ല സർ. പൊതുജനം കഴുതയല്ല സാർ. നമ്മുടെ നിയമസഭയിൽ ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മുന്നോടിയായി വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന് ലോക്ഭവൻ നിർദ്ദേശം സംസ്ഥാന സർക്കാർ തള്ളുന്ന കാഴ്ച നമ്മൾ കണ്ടു. വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കാനാകില്ലെന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. പൂർണ്ണമായി ആലപിക്കാത്തതിൽ ഗവർണർ അതൃപ്തി പരസ്യമാക്കിയപ്പോൾ സർക്കാർ നിലപാടിനെ പ്രതിപക്ഷം പിന്തുണയ്ക്കുന്ന കാഴ്ചയും കണ്ടു. സർക്കാർ ജമാഅത്ത് ഇസ്ലാമിക്കും CPIM-നും വഴങ്ങിയെന്നാണ് BJP-യുടെ വാദം. യഥാർത്ഥത്തിൽ എന്താണ് വന്ദേമാതരത്തിലെ പ്രശ്നം? വന്ദേമാതരം മുഴുവനായി പാടിയാൽ എന്താണ് തെറ്റ്? പൊതുജനം പരിശോധിക്കും. വന്ദേമാതരത്തിന് മഹാത്മാഗാന്ധി നൽകിയ വിശേഷണം ത്യാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട ഗാനമെന്നാണ്. 1870-കളിൽ ബ്രിട്ടീഷ് മേൽക്കോയ്മയെ ഇന്ത്യക്കാർ എല്ലായിടത്തും സ്തുതിക്കണമെന്ന പ്രഖ്യാപിത നിലപാടുമായി കൊളോണിയൽ ഭരണകൂടം മുന്നോട്ട് വന്നു. സ്കൂളുകളിലും ഔദ്യോഗിക യോഗങ്ങളിലുമെല്ലാം ബ്രിട്ടീഷ് രാജവാഴ്ചയെ സ്തുതിക്കണമെന്നത് നിർബന്ധമാക്കി. ഇന്ത്യക്കാരുടെ ആത്മാഭിമാനത്തെ ഇല്ലാതാക്കുന്ന ഈ ബ്രിട്ടീഷ് നിലപാടിനെതിരെ പ്രതിഷേധം പുകഞ്ഞു. ആ പ്രതിഷേധത്തിന്റെ സൃഷ്ടിയാണ് 1875 നവംബർ 7-ന് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ തൂലികയിൽ വിരിഞ്ഞ വന്ദേമാതരം. അതേറെ വൈകാതെ ഇന്ത്യൻ ദേശീയ വികാരത്തിന്റെ പ്രതീകമായി മാറി. 1896-ൽ കോൺഗ്രസിന്റെ കൊൽക്കത്ത ദേശീയ സമ്മേളനത്തിൽ സാക്ഷാൽ രവീന്ദ്രനാഥ ടാഗോർ തന്നെ വന്ദേമാതരം ആലപിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യശേഷം ഭരണഘടനാ അസംബ്ലി ജനഗണമനയെ ദേശീയ ഗാനമായും വന്ദേമാതരത്തെ ദേശീയ ഗീതമായും അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു ഗാനത്തിന് ഇപ്പോഴെന്താണ് കുഴപ്പമെന്നല്ലേ? കോൺഗ്രസ് സമ്മേളനത്തിൽ ടാഗോർ വന്ദേമാതരം ആലപിക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ 2 ശ്ലോകങ്ങൾ മാത്രമാണ് രചിക്കപ്പെട്ടിരുന്നത്. പിന്നീട് ബാക്കി ഭാഗങ്ങൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം നോവലിലൂടെയാണ് പുറത്തുവരുന്നത്. ആ കൂട്ടിച്ചേർക്കപ്പെട്ട വർണ്ണനയിൽ രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ അസ്തിത്വത്തിനപ്പുറം അമ്മ ദൈവം എന്ന സങ്കല്പം കൂടി കടന്നുവരുന്നുണ്ട്. ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്നീ ദേവീ സങ്കല്പങ്ങളെ നാടിന്റെ കാവലാളുകളായി കണക്കാക്കുന്ന വരികൾ പിന്നീട് ചേർത്ത ആ ഭാഗത്തിലുണ്ട്. ഹിന്ദു ഇതര മതവിഭാഗങ്ങളുടെ വിശ്വാസത്തോടും ദൈവസങ്കല്പത്തോടും വന്ദേമാതരത്തിലെ കൂട്ടിച്ചേർക്കപ്പെട്ട വരികൾ യോജിക്കുന്നില്ല എന്ന വിമർശനം അക്കാലം മുതലേ ശക്തമായിരുന്നു. അതുകൊണ്ട് എല്ലാ മതസ്ഥർക്കും ഉൾക്കൊള്ളാനാകുന്ന ആദ്യ 2 പദ്യഭാഗങ്ങൾ ദേശീയ ഗീതമായി തെരഞ്ഞെടുക്കാമെന്നായിരുന്നു ടാഗോറിന്റെ നിർദ്ദേശം. ഗാന്ധിജിയും നെഹ്റുവും പട്ടേലുമെല്ലാം ഇതന്ന് അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ 1948-ൽ ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ചത് വന്ദേമാതരത്തിന്റെ ആദ്യ 2 ചരണങ്ങൾ മാത്രമാണ്. അതിനാൽ ഇപ്പോൾ വന്ദേമാതരത്തിന്റെ മുഴുവൻ വരികളും പാടണമെന്ന ആവശ്യമുയരുന്നതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടെന്ന് വ്യക്തമാണ്. വന്ദേമാതരം അതിന്റെ പൂർണ്ണരൂപത്തിൽ എല്ലാ മതവിഭാഗക്കാരും ആലപിക്കണമെന്ന ഈ നിർബന്ധം ഒരു ബഹുസ്വര സമൂഹത്തിൽ അംഗീകരിക്കാനാവുന്നതാണോ എന്ന ചോദ്യമാണ് മതേതര സമൂഹം ഉയർത്തുന്നത്. ന്യൂസ് ഡെസ്ക് 24. പൊതുജനം കഴുതയല്ല സാർ. നമ്മളിനി പോകുന്നത് കോഴിക്കോടേക്കാണ്. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ മത്സരങ്ങൾ മുടങ്ങിയിട്ട് 6 മാസം പിന്നിടുകയാണ്. വാടക തർക്കത്തെ തുടർന്ന് ISL പോരാട്ടങ്ങൾ കൊച്ചിയിലേക്ക് മാറ്റിയതോടെയാണ് സ്റ്റേഡിയം അവഗണനയിലാവുന്നത്. മത്സരങ്ങൾ പുനരാരംഭിക്കാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യം ശക്തമാണ്. കോഴിക്കോട്ടുകാർക്ക് ഫുട്ബോൾ എന്നത് വെറുമൊരു വിനോദമല്ല, അതൊരു വികാരമാണ്. ആ വികാരത്തിന് നിറകിലാണ് കോർപ്പറേഷൻ അധികൃതർ ഇപ്പോൾ കരിനിഴൽ വീഴ്ത്തിയിരിക്കുന്നത്. ഒരു കാലത്ത് ഇന്ത്യയിലെ വമ്പൻ ക്ലബ്ബുകൾ കളിക്കാൻ കുതിച്ച മൈതാനമാണിത്. എന്നാൽ കഴിഞ്ഞ 6 മാസമായി ഈ പുൽത്തകടിയിൽ ഒരു ബൂട്ടിന്റെ ശബ്ദം പോലും മുഴങ്ങിയിട്ടില്ല. വലിയ തുക വാടക ഇനത്തിൽ ചോദിച്ചതോടെ ISL മത്സരങ്ങൾ കൊച്ചിയിലേക്ക് പോയി. ഒരു കാലത്ത് സന്തോഷ് ട്രോഫിയും ഐ ലീഗുമൊക്കെയായി കാണികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരുന്ന ഗാലറികൾ ഇപ്പോൾ നിശബ്ദമാണ്. ഇതിനിടയ്ക്കാണ് സ്റ്റേഡിയത്തിന് കരിനിഴലായി കോർപ്പറേഷന്റെ പുതിയ ലാൻഡ് അലോട്ട്മെന്റ് നിർദ്ദേശം വന്നിരിക്കുന്നത്. സ്റ്റേഡിയം വളപ്പിന്റെ ഒരു ഭാഗം ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന് വിട്ടു നൽകാനാണ് തീരുമാനം. പൂർണ്ണമായും അധികാര കേന്ദ്രങ്ങളുടെ ഒരു അനാസ്ഥയാണ് പ്രത്യേകിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ്റെ. കോഴിക്കോട് കോർപ്പറേഷനും KFAയും ഒക്കെ ഇതിൽ തുല്യ ഉത്തരവാദികളാണ്. കോഴിക്കോട് കോർപ്പറേഷനാണ് ആക്ച്വലി കസ്റ്റോഡിയൻ. കോർപ്പറേഷൻ അത് KFAക്ക് കൈമാറി അതിൻ്റെ ഗ്രൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ. ആദ്യം പറഞ്ഞത് ISL ഇവിടെ നടക്കും, ഭയങ്കര കൊട്ടിഘോഷിച്ചു. സത്യത്തിൽ കോഴിക്കോട്ടുകാർ അതിനെ സ്വീകരിച്ചത് വലിയ സന്തോഷത്തോടു കൂടിയാണ്. നമുക്ക് ലഭ്യമാവുന്ന ഇത് ISL ആണല്ലോ ഏറ്റവും വലിയ ടൂർണമെൻറ്റ്, മേജർ ടൂർണമെൻറ്റ്. പക്ഷെ അതുണ്ടായില്ല. ഇപ്പം നിങ്ങൾ ആ ഗ്രൗണ്ടിൽ നിന്ന് പോയി നോക്കുക, ഗ്രൗണ്ടിൻ്റെ സാഹചര്യം. ഒരു ഫുട്ബോൾ അവിടെ നടത്താൻ കഴിയില്ല. ഇനി അവിടെ ഇപ്പോൾ വേൾഡ് കപ്പിൻ്റെ ആരോ ഉയരാണ്.
അവിടെ വല്ല കന്നുകാലികളെ കൊണ്ട് മേച്ചാൽ ഐറ്റുകൾക്ക് ഒരു ഉപകാരമൊന്നുമല്ലാതെ പന്തളികൾ കളിക്കുന്ന ആർക്കും ഇനി അതുകൊണ്ട് ആ സ്റ്റേഡിയത്തിലെ നിലവിലുള്ള പുൽമൈതാനം കൊണ്ട് ഒരു ഉപകാരം കിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ. വാടക തർക്കങ്ങളെ തുടർന്ന് ISL മത്സരങ്ങൾ കൊച്ചിയിലേക്ക് പറഞ്ഞതോടെയാണ് കോഴിക്കോട്ടെ സ്റ്റേഡിയത്തിന് കഷ്ടകാലം തുടങ്ങിയത്. വരാനിരിക്കുന്ന സൂപ്പർ ലീഗ് കേരള മാത്രമാണ് ഇപ്പോൾ ആരാധകരുടെ ഏക പ്രതീക്ഷ. വലിയ മത്സരങ്ങൾ നടക്കുമ്പോൾ ബ്രോഡ്കാസ്റ്റിംഗ് വാനുകളും വലിയ ജനറേറ്ററുകളും പാർക്ക് ചെയ്യേണ്ട ഈ കായിക വേദിയിൽ ഫയർ സ്റ്റേഷൻ വരുന്നത് കായിക രംഗത്തെ തകർക്കുമെന്നാണ് കായിക പ്രേമികളുടെ വാദം. അധികൃതരുടെ പിടിപ്പുകേടുകൾ കൊണ്ടാണ് കോഴിക്കോട് നിന്ന് മത്സരങ്ങൾ കൊച്ചിയിലേക്ക് പോയത്. ഇത്തരം വീഴ്ചകൾ ഇനി അനുവദിക്കില്ലെന്നും സ്റ്റേഡിയം സംരക്ഷിച്ച് മത്സരങ്ങൾ ഇവിടെ തിരികെ കൊണ്ടുവരണമെന്നുമാണ് ഫുട്ബോൾ ആരാധകരുടെ ആവശ്യം. ക്യാമറമാൻ അനൂപിനൊപ്പം അനീഷ് ദേവസ്യ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. അടുത്ത റിപ്പോർട്ട് പത്തനംതിട്ടയിൽ നിന്നാണ്. പത്തനംതിട്ട ചിറ്റാർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് താമസിക്കാൻ വേണ്ടി നിർമ്മിച്ച ക്വാർട്ടേഴ്സുകൾ കാട് കയറി നശിക്കുകയാണ്. 5 ഏക്കറോളം സ്ഥലത്ത് പണിതിട്ടിരിക്കുന്ന 10-ലധികം കെട്ടിടങ്ങളാണ് പാമ്പുകളുടെയും വന്യമൃഗങ്ങളുടെയും ഒക്കെ കേന്ദ്രമായി മാറിയിരിക്കുന്നത്. നാട്ടുകാർ പോലീസ് മേധാവിയെയും ബന്ധപ്പെട്ട ജനപ്രതിനിധികളെയും സമീപിച്ചിട്ട് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം നമുക്ക്. കാടുകയറിയ അനാസ്ഥ. കേരള പോലീസിന് എന്തുമാകാമോ? ആകാമായിരിക്കുമല്ലേ? അതുകൊണ്ടാണല്ലോ ഒരു 5 ഏക്കർ സ്ഥലത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് താമസിക്കാൻ വേണ്ടി ഒരു ക്വാർട്ടേഴ്സ് പണിതിട്ടു. ചിറ്റാർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് താമസിക്കാൻ വേണ്ടിയാണ് 5 ഏക്കർ സ്ഥലത്ത് ക്വാർട്ടേഴ്സ് പണിതത്. 40 വർഷം പഴക്കമുണ്ട് ഈ ക്വാർട്ടേഴ്സിന്. കഴിഞ്ഞ ഒരു 10 വർഷത്തിലേറെയായി ഈ ക്വാർട്ടേഴ്സിൽ ഒരു ഉദ്യോഗസ്ഥനും താമസിക്കുന്നില്ല. ഇപ്പോൾ ഇവിടുത്തെ താമസക്കാരെന്ന് പറയുന്നത് പന്നിയും പാമ്പും പട്ടിയുമൊക്കെയാണ്. ഒരു ഉപകാരവുമില്ലാതെ കെട്ടിടം കാട് കയറി നശിക്കുകയാണ്. പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ കാണുന്ന കെട്ടിടങ്ങൾക്കെല്ലാം. കെട്ടിടത്തിന്റെ മേൽക്കൂരകൾക്കോ ഭിത്തിക്കോ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന സ്ഥലവും കെട്ടിടവും ഇന്ന് ഈ രീതിയിൽ കാട് കയറി നശിച്ചു കിടക്കുകയാണ്. പല വർഗത്തിൽപ്പെട്ട ഇഴജന്തുക്കൾ, പന്നിയടക്കമുള്ള വന്യമൃഗങ്ങൾ, ഇവരുടെയൊക്കെ കേന്ദ്രമാണ് ഇപ്പോൾ ഈ കെട്ടിടവും പരിസരവും. കൺമുൻപിൽ ഒരു പ്രദേശം കാടുകയറി നശിക്കുന്നത് കാണുമ്പോൾ നാട്ടുകാർക്കും ബുദ്ധിമുട്ടേറെയുണ്ട്. പക്ഷേ ഇങ്ങനെ കാട് കയറി ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ കാട് കയറി കിടക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഒന്ന് കാട് വൃത്തിയാക്കിയിട്ട് അവർക്ക് ഉള്ള ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം മുന്നോട്ട് ചെയ്ത് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്തുനിന്ന് ചൂട് പിടിക്കുന്ന പറഞ്ഞാൽ പെരുമ്പാമ്പ് വീട്ടിലോട്ട് പാമ്പ് എഴഞ്ഞു കയറി വരുവാണ്, കോഴിയെ പിടിക്കുവാണ്, എല്ലാം കിടക്കുക. പന്നി ഇതിനകത്ത് പെറ്റ് കിടക്കുക. ഇതിൻ്റെ പേരിൽ ഞങ്ങളൊരു 10-40 നാട്ടുകാർ കൂടി എഴുതി ഒപ്പിട്ട് പത്തനംതിട്ട SP ഓഫീസിലും ഈ ചിറ്റാർ പഞ്ചായത്തിലും ഇവിടെ ചിറ്റാർ പോലീസ് സ്റ്റേഷനിലും എല്ലാം കൊടുത്തു. അതിന് യാതൊരു നടപടികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ആരോടും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് നാട്ടുകാരുടെ നിലപാട്. പലതവണ പല വാതിലുകളിൽ പ്രദേശവാസികൾ മുട്ടി, പക്ഷേ ഒരു പ്രയോജനവും ഉണ്ടായില്ല. എന്തുകൊണ്ട് ഈ രീതിയിൽ കെട്ടിടങ്ങൾ നശിക്കുന്നുവെന്ന് ചോദിക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്കും കൃത്യമായ മറുപടിയില്ല. കെട്ടിടങ്ങളിൽ താമസിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ ഇല്ലാത്തതുകൊണ്ടാണ് ഒഴിഞ്ഞു കിടക്കുന്നതെന്ന വിചിത്രമായ മറുപടിയാണ് ചില ഉദ്യോഗസ്ഥർ നാട്ടുകാരോട് പറഞ്ഞത്. പോലീസ് അധികാരികളും പറയുന്നത് മുൻകാലങ്ങളിൽ അടുത്ത ജില്ലകളിലുള്ള ആൾക്കാർ ക്വാർട്ടേഴ്സുകൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതായത് ജില്ലകളിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പം താമസിക്കുന്നത്. അതുകൊണ്ടാണ് കാട് പിടിച്ച് കിടക്കുന്നതാണ് അവർ പറയുന്നത്. ഒരുപക്ഷെ പേടികൊണ്ടായിരിക്കാം പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടേക്ക് ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല. ഇഴജന്തുക്കൾക്കും വന്യമൃഗങ്ങൾക്കുമൊപ്പം സാമൂഹ്യ വിരുദ്ധർ കൂടി ഇവിടം താവളമാക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. അധികം ദൂരത്തല്ലാതെ ചിറ്റാർ പോലീസ് സ്റ്റേഷനുണ്ട്. കാട് പിടിച്ചു കിടക്കുന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. അനാശാസ പ്രവർത്തനങ്ങളും ഇതിനോടനുബന്ധിച്ച് നടക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് പോലീസ് ഉദ്യോഗസ്ഥർ പോലും ഈ പ്രദേശത്തേക്ക് കയറി വരത്തില്ല. കെട്ടിടത്തിനോട് ചേർന്ന് വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച ജലസംഭരണിയും കാടുകയറി. വർഷങ്ങളായി ആരും തിരിഞ്ഞു നോക്കാത്ത സ്ഥലത്തേക്ക് ഇനിയെങ്കിലും അധികൃതർ കൺ തുറന്നു നോക്കണമെന്ന അഭ്യർത്ഥനയും നാട്ടുകാർക്കുണ്ട്. കാട് വളരാൻ വേണ്ടി മാത്രം 5 ഏക്കർ സ്ഥലം, അതിനകത്ത് 8 കെട്ടിടങ്ങൾ. വീടും ഭൂമിയുമില്ലാത്ത എത്രയോ സാധാരണക്കാർ ഇന്നും നമുക്ക് ചുറ്റിലുമുണ്ട്. ചിറ്റാറിൽ ഈ 5 ഏക്കർ സ്ഥലത്ത് ഈ കെട്ടിടങ്ങൾ എന്തിന് പണി കഴിപ്പിച്ചു എന്ന് ഇപ്പോൾ ചോദിച്ചാൽ ബന്ധപ്പെട്ട അധികൃതർക്കാർക്കും കൃത്യമായിട്ടുള്ള ഉത്തരമില്ല.
പോലീസ് ഉദ്യോഗസ്ഥർ ഇല്ലാത്തതുകൊണ്ടാണ് ഇമ്മട്ടിൽ ഈ കെട്ടിടങ്ങൾ കാട് കയറി നശിക്കുന്നത് എന്നുള്ള വിചിത്രമായിട്ടുള്ള ന്യായം ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. പക്ഷേ ഇതിന്റെ മറ്റു പല സാധ്യതകൾ പ്രയോജനപ്പെടുത്തി എന്തെങ്കിലും വരുമാനമുണ്ടാകുന്ന രീതിയിൽ സർക്കാർ സംവിധാനങ്ങൾ ഇതിനെ പ്രയോജനപ്പെടുത്തണം എന്നുള്ള ആവശ്യം കൂടി നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ചിറ്റാറിൽ നിന്ന് സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. പൊതുജനം കഴുതയല്ല സാർ. ചിറ്റാറിൽ ഉദ്യോഗസ്ഥർക്ക് താമസിക്കാൻ നിർമ്മിച്ച ക്വാർട്ടേഴ്സുകൾ കാടുകയറി നശിക്കുന്ന ആ വിഷയമാണ് നമ്മൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ആ വിഷയത്തിൽ ധാരാളം പ്രതികരണങ്ങളും പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ രവികുമാർ പറയുന്നു, എല്ലാം പണി കഴിപ്പിക്കാൻ മാത്രമേ സർക്കാരിന് ഉത്സാഹമുള്ളൂ, പല പണികളും പകുതിക്ക് വെച്ച് നിർത്തുന്ന കാഴ്ചയും നമ്മൾ കാണുന്നതല്ലേ, എല്ലാം ജനത്തിന്റെ പണം എന്നുള്ള പ്രതികരണമാണ് രവികുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. നേരത്തെ സ്റ്റേഡിയത്തിൽ മത്സരങ്ങൾ നടക്കുന്നില്ല എന്ന റിപ്പോർട്ട് നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു കോഴിക്കോട്. ആ വാർത്തയിലും ചില പ്രതികരണങ്ങൾ പറയുന്നു. സെയ്തലവലി പറയുന്നു, സ്റ്റേഡിയം തുറന്നില്ലെങ്കിലും കളി നടക്കട്ടെ എന്ന്, പൂട്ടിയിടാൻ വേണ്ടി മാത്രമോ ഒരു സ്റ്റേഡിയം എന്ന് സീന മുഹമ്മദ് പറയുന്നു. അങ്ങനെ ധാരാളം പ്രതികരണങ്ങൾ വരുന്നുണ്ട്. നമ്മളെന്തായാലും ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് കൂടി പോവുകയാണ്. അത് തിരുവനന്തപുരത്ത് നിന്നാണ്. തിരുവനന്തപുരം മണ്ണന്തലയിൽ 6 വർഷം മുൻപ് സ്ഥാപിച്ച ശുദ്ധജല ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉപയോഗശൂന്യമായി കാട് കയറി നശിക്കുകയാണ്. കുടുംബശ്രീ മിഷൻ പദ്ധതിയിൽ സ്ഥാപിച്ച കുടിവെള്ള പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും താവളമായി മാറിയിട്ടുണ്ട്. അനാസ്ഥയുടെ ദുരന്ത സ്മാരകമായി മണ്ണന്തലയിലെ ഈ ജലസംഭരണ സംവിധാനം മാറിയിട്ട് വർഷങ്ങളായിരിക്കുന്നു. കുടുംബശ്രീ മിഷന്റെ ഫണ്ട് ഉപയോഗിച്ച് മണ്ണന്തലയിൽ 2020 സ്ഥാപിച്ച ശുദ്ധജല ട്രീറ്റ്മെന്റ് പ്ലാന്റാണിത്. അത്യാധുനിക ജനറേറ്ററും ജലസംഭരണികളും പ്യൂരിഫയർ സംവിധാനങ്ങളുമുണ്ട്. എന്നാൽ ആരും തിരിഞ്ഞു നോക്കാതെ ഒന്നൊന്നായി നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവയെല്ലാം. പദ്ധതി 6 വർഷമായിട്ടും കമ്മീഷൻ ചെയ്തിട്ടില്ല. അതിന് കാരണമുണ്ട്. കുളത്തിലെ വെള്ളം ശുദ്ധീകരിക്കാൻ സാങ്കേതിക തടസ്സമുണ്ടെന്ന് ജലപരിശോധനയിൽ കണ്ടെത്തി. മറ്റ് സംവിധാനങ്ങളെക്കുറിച്ചുള്ള കാര്യമായ പരിശോധനയും നടന്നില്ല. കോർപ്പറേഷൻ അധികൃതരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. ഒരാൾ പൊക്കത്തിൽ കാട്ടുപൊന്തകളാണ് ചുറ്റും. അത്യാധുനിക ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഇപ്പോൾ തുരുമ്പെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുന്നു. നേരമിരുട്ടിയാൽ സാമൂഹ്യ വിരുദ്ധരുടെ വിഹര കേന്ദ്രമാണ്. ട്രീറ്റ്മെൻറ്റ് പ്ലാനിലെ ഓഫീസിലുള്ള എയർ കണ്ടീഷൻ ഉപകരണങ്ങൾ ഉൾപ്പെടെ മോഷ്ടാക്കൾ അഴിച്ചുകൊണ്ടുപോയിരിക്കുന്നു. പദ്ധതി പൂർത്തിയാക്കിയിട്ടും കമ്മീഷൻ ചെയ്യാനാവാത്തത് രാഷ്ട്രീയ വടംവലിയെ തുടർന്നെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. അത് തുടങ്ങാത്തതെന്ന് വെച്ചാൽ ആദ്യത്തെ അനിൽ കൗൺസിലറായിരിക്കുമ്പോൾ തുടങ്ങി വെച്ചതാണ്. പിന്നീട് അനിൽ കൗൺസിലർ മാറി അടുത്ത കോൺഗ്രസിൻ്റെ വനജ രാജേന്ദ്ര ബാബു വന്നു. അങ്ങനെ അവർ തങ്ങളിലുള്ളവർ ഈ വിഷയങ്ങൾ കൊണ്ടുകൊണ്ട് അത് പൂർത്തിയാകുമെന്നാണ് എൻ്റെ വിശ്വാസം. നാട്ടുകാർക്കെന്ന് പറഞ്ഞാൽ അടുത്ത പുതിയ കൗൺസിൽ അത് കോർപ്പറേഷൻ കൗൺസിലിൽ വെച്ച് എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കാനുള്ള സംവിധാനം ചെയ്യണം, എങ്കിലേ പറ്റുള്ളൂ. ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഇവിടെ തന്നെ പ്രവർത്തനയോഗ്യമാക്കുകയോ മാറ്റി സ്ഥാപിക്കുകയോ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പദ്ധതി വന്നാൽ നിരവധി വനിതകൾക്ക് തൊഴിൽ ഉറപ്പുവരുത്താനാവും. കുടുംബശ്രീ മിഷനോ കോർപ്പറേഷനോ കാര്യക്ഷമമായി ഇടപെട്ടാൽ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നിരിക്കെയാണ് അലംഭാവം തുടരുന്നത്. സാധാരണക്കാരൻ്റെ നികുതിപ്പണം ഉപയോഗിച്ച് ഭരണാധികാരികൾ ഇവിടെ പാമ്പ് വളർത്തൽ കേന്ദ്രം നടത്തുകയാണ്. ക്യാമറാമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം എസ് വിനേഷ് കുമാർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. നേരത്തെ നമ്മൾ കണ്ട വാർത്തയാണ് പത്തനംതിട്ട ചിറ്റാറിൽ. അവിടെ പോലീസുകാർക്ക് വേണ്ടി അവർക്ക് താമസിക്കാൻ പണിതിട്ട ക്വാർട്ടേഴ്സ് കാട് കയറി നശിക്കുന്നു എന്നുള്ളത്. ആ വിഷയത്തിൽ ധാരാളം പ്രതികരണങ്ങൾ ഇപ്പോഴും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. തോമസ് മാത്യു പറയുന്നു, ബിൽഡിംഗ് പണിയുവാൻ കോൺട്രാക്ട് കൊടുക്കുമ്പോൾ അവർക്ക് കമ്മീഷൻ കിട്ടുമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നുള്ളൊരു ആക്ഷേപം അദ്ദേഹം പങ്കുവയ്ക്കുന്നു. റീന സതീശൻ പറയുന്നു, ഇങ്ങനെ എത്രയെത്ര കെട്ടിടങ്ങളാണ് അനാഥമായി കിടക്കുന്നത്, എല്ലാം പൊതുജനങ്ങളുടെ നികുതി പണമാണ് എന്ന ഒരു കാര്യമാണ് റീന പറയുന്നത്. ഒപ്പം തന്നെ ജേക്കബ് മാത്യു പങ്കുവയ്ക്കുന്ന ഒരു കാര്യം, കിഴക്കമ്പലം പരിയത്തുകാവിലെ കുടിയേറ്റക്കാരെ ഇങ്ങോട്ട് മാറ്റി താമസിപ്പിച്ചുകൂടെ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അങ്ങനെ ധാരാളം പ്രതികരണങ്ങൾ ഇത്തരത്തിൽ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നുണ്ട്. നമുക്ക് മറ്റു റിപ്പോർട്ടിലേക്ക് കൂടി പോകാം. അത് കൊല്ലത്ത് നിന്നാണ്. കുന്നത്തൂർ, അടൂർ മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാഞ്ഞിരം കടവ് പാലം കാലങ്ങളായുള്ള ജനങ്ങളുടെ സ്വപ്നമാണ്. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലേക്ക് വേഗത്തിലെത്താൻ സഹായിക്കുക. പാലത്തിന്റെ ഈ പണി തുടങ്ങി വയ്ക്കാൻ പോലും കഴിയാതെ കിടക്കുകയാണ്. കൊല്ലത്ത് നിന്ന് സൂര്യഗായത്രി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. എന്ന് വരും ഈ പാലം? ഇത് കൊല്ലം ജില്ല, കടവിനപ്പുറം പത്തനംതിട്ട ജില്ല. 300 മീറ്റർ മാത്രം സഞ്ചരിച്ച് കടവിനപ്പുറവും ഇപ്പുറവും പോകേണ്ടവർ ഏകദേശം 8 കിലോമീറ്ററോളം സഞ്ചരിക്കേണ്ടി വരുന്നു. ഒരു പാലത്തിനു വേണ്ടി ഇന്നാട്ടുകാർ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. 10 മിനിറ്റ് പോലും വേണ്ട കുന്നത്തൂരിൽ നിന്ന് അടൂരിലേക്കും തിരിച്ചും വരാൻ. അതിനൊരു പാലം വേണം. പക്ഷേ
ആ പദ്ധതിയാണ് പാലം കടക്കാതെ ഇങ്ങനെ കിടക്കുന്നത്. ഇതുവരെ ഒരു പാലം വന്നിട്ടില്ല. ഇവിടെ ഇപ്പൊ നമുക്ക് ഈ ക്ഷേത്രത്തിലോട്ട് പോകണമെങ്കിൽ തന്നെ ആയാലും ഈ തോട് കടന്ന് നമ്മള് 6 കിലോമീറ്റർ ചുറ്റിയാണ് ഈ ക്ഷേത്രത്തിൽ വരെ. ഇവിടുന്ന് ഇപ്പൊ നമുക്ക് ശാസ്താംകോട്ട പാലായാലും വർണ്ണിക്കാവ് ശാസ്താംകോട്ട അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ ഈ ഒരു പാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. റോഡ് എളുപ്പമാണ്, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. വാഗ്ദാനങ്ങൾ പലകുറി കിട്ടിയിട്ടുണ്ട്. പാലം മാത്രം ഇതുവരെയും കിട്ടിയില്ല. കൊല്ലം തേനിക്ക് സമാന്തരമായൊരു റോഡ് കൂടിയാണ് ലഭിക്കുക. അടൂരിൽ നിന്നും കുന്നത്തൂരിലെ സ്കൂളിലും തിരിച്ചും പഠിക്കാൻ പോകുന്ന കുട്ടികളുണ്ട്. ജോലിക്ക് പോകുന്നവരുണ്ട്. കടവിൽ വെള്ളം കുറവുള്ളപ്പോൾ നടന്നു പോകാം. ചേറ് നിറഞ്ഞു കിടക്കുന്നതിനാൽ ഇപ്പോൾ അതിനും കഴിയുന്നില്ല. ഈ അടുത്ത സമയത്ത് മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി പോയിട്ടുള്ളതല്ലാതെ ഇതിൻ്റെ മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതുവരെയും നടന്നിട്ടില്ല. കൊല്ലം തേനിയാണ് തൊട്ടപ്പുറത്തൂടെ കടന്നു പോകുന്നത്. ആ കൊല്ലം തേനി പ്രദേശത്തിന് സമാന്തരമായൊരു പാത, അവിടെ ഈ പറയുന്ന തരത്തിൽ ബ്ലോക്കോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ സമാന്തരമായി അടൂരേക്കോ ചാരുമൂട്ടിലേക്കോ ഒക്കെ ചെല്ലാൻ പറ്റിയൊരു സമാന്തര പാത കൂടിയാണ് ഈ പാലം വരുമ്പോൾ ഈ പറയുന്ന തരത്തിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ യാത്രാക്ലേശമായാലും അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ വാണിജ്യ അല്ലെങ്കിൽ വ്യാവസായികപരമായ ഉയർച്ചയായാലും ഒക്കെ തന്നെ എല്ലാ തരത്തിലും ഈ രണ്ട് ജില്ലയെ തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള ഒരു ചെറു ഇടനാഴിയായിട്ട് നമുക്ക് ഈ പാലത്തെ കാണാൻ സാധിക്കും. 40 വർഷമായിട്ടുള്ള ജനങ്ങളുടെ ഒരു ആഗ്രഹവും അഭിലാഷമാണ് കാഞ്ഞിരംകുളയിലൊരു പാലം. പുതിയ ഗവൺമെൻറ്റിലും പുതിയ MLA-മാരിലും വലിയൊരു പ്രതീക്ഷയാണ് കാഞ്ഞിരംകുളം നിവാസികൾക്കും പള്ളിക്ക് നിവാസികൾക്കുള്ളത്. കുന്നത്തൂരിലെ വില്ലാടൻ ക്ഷേത്രത്തിലേക്ക് കടവിനപ്പുറമുള്ളവർ പലരും ഇന്നും എത്തുന്നത് നീന്തിയാണത്രേ. ഉത്സവ സമയങ്ങളിൽ ഒഴുക്ക് കൂടുതലാണ്. വളഞ്ഞു ചുറ്റിപ്പോകാൻ ബുദ്ധിമുട്ടുള്ള കർഷകരുടെ യാത്ര കടവിലൂടെ തന്നെയാണ്. ഇവിടെ ഇറങ്ങിപ്പോയി നീന്തി പോവാ. കുറച്ച് കൃഷിയുണ്ട്. ഡെയിലി രാവിലെ വൈകിട്ടും ഇതിലേക്ക് പോകും. ഭയങ്കര ആഴോ ഭയങ്കര ഒഴുക്കോ ഇപ്പോഴും. പാലമില്ലാത്തതിന് വലിയ ബുദ്ധിമുട്ടാണ്. അമ്പലം കിടക്കുന്നത് ഇവിടെ ആരും വരാൻ ഒക്കുന്നില്ല ഈ പാലമില്ലാത്തതുകൊണ്ട്. അക്കരൊക്കെ ഒരുപാട് പേര് ഈ അമ്പലത്തിൽ വരാനിരിക്കുക, ആഗ്രഹിച്ചിരിക്കുക. അതുകൊണ്ട് ഈ പാൽ അത്യാവശ്യമായിട്ടും വേണം. കഴിഞ്ഞ സർക്കാർ കാലത്ത് കല്ലിട്ട് പോയി. അത് കഴിഞ്ഞ് 2 വർഷം പിന്നിട്ടു. മണ്ണ് ടെസ്റ്റ് അല്ലാതെ ഒരു മുന്നോട്ടു പോക്കും ഉണ്ടായില്ല. കാഞ്ഞിരംകടവ് പാലം അത് ഈ നാട്ടുകാരുടെ ഒരു ചിരകാലാഭിലാഷമാണ്. പുതിയ ഭരണവും ജനപ്രതിനിധികളും എത്തുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് ഈ നാട്ടുകാർ ഉള്ളത്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. പൊതുജനം കഴുതയല്ല സാർ. കാഞ്ഞിരംകടവ് പാലം എത്രയും വേഗം യാഥാർത്ഥ്യമാവട്ടെ. അവിടുത്തെ ആളുകൾക്ക് അവരുടെ യാത്ര എളുപ്പമാകട്ടെ. നമുക്കത് ആ യാഥാർത്ഥ്യമാകും എന്ന പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോകാം. നമ്മൾ കൊല്ലത്ത് നിന്ന് ഇനി നേരെ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അവിടെ അടിസ്ഥാന വികസനം പോലും എത്താതെ വീർപ്പ് മുട്ടിക്കഴിയുകയാണ് തിരുവനന്തപുരത്തെ കളത്തുവിള നിവാസികൾ. പ്രദേശവാസികളുടെ ആശ്രയമായ പ്രധാന പാത പൊട്ടിപ്പൊളിഞ്ഞിട്ട് വർഷങ്ങളാവുന്നു. വിദ്യാർത്ഥികൾ മുതൽ യുവജനങ്ങൾ വരെ വയോജനങ്ങൾ വരെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് അജ്മൽ ദിറാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പോകാം. തിരിഞ്ഞു നോക്കാത്ത അധികൃതർ. ഒരു നാടിൻ്റെ പ്രധാന വികസനം എന്നത് അവിടുത്തെ റോഡുകളും പാലങ്ങളും അടങ്ങുന്ന അടിസ്ഥാന സൗകര്യ വികസനമാണ്. അത് ഉറപ്പാക്കുകയാണ് ഓരോ ഭരണകർത്താക്കളുടെയും അടിസ്ഥാന ഉത്തരവാദിത്വം. എന്നാൽ നെയ്യാറ്റിൻകരയിലെ 100 കണക്കിന് മനുഷ്യർ ആശ്രയിക്കുന്ന കളത്തുവിള പെരുമ്പഴത്തൂർ റോഡ് ഈ വികസന മാതൃകകളിൽ നിന്നും വിദൂരത്തായിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ്. തിരുവനന്തപുരത്തെ പെരുമ്പഴത്തൂരിനെയും ബാലരാമപുരത്തെയും ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് ഈ അവസ്ഥയിൽ തുടരുന്നത്. കഴിഞ്ഞ 10 വർഷത്തിലധികമായി വികസനമെത്താതെ കിടക്കുകയായിരുന്നു ജില്ലാ പഞ്ചായത്തിന് കീഴിലെ ഈ പാത. ശോചനീയാവസ്ഥ പരിഹരിക്കാനിറങ്ങിയ അധികൃതർ 4 മാസങ്ങൾക്ക് മുമ്പാണ് പ്രധാന പാതയെ ഈ അവസ്ഥയിലാക്കിയത്. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതോടെ മുമ്പത്തേതിനേക്കാൾ യാത്രാ പ്രതിസന്ധി അനുഭവിക്കുകയാണ് ഇവിടുത്തെ യാത്രക്കാർ. പെരുമ്പഴത്തൂരിൽ നിന്ന് കളത്തുവിള വഴി തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു മുഖ്യപാതയാണ്. ഇപ്പോഴ് ബസ്സും ഇല്ല, വാഹനങ്ങൾക്ക് പോകാനും കഴിയുന്നില്ല, പ്രൈവറ്റ് സർവീസ് വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല, 2 വീലറുകൾക്ക് പോകാൻ കഴിയുന്നില്ല, പൊതുജനങ്ങൾക്ക് നടന്നു പോകാൻ കഴിയുന്നില്ല. അരുവിപ്പുറം ക്ഷേത്രത്തിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർക്ക് എളുപ്പത്തിന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു റോഡാണ്.
കാട്ടാക്കടയ്ക്ക് പോകുന്നവർക്ക് പെരുമ്പഴൂർ വഴി കാട്ടാക്കടയ്ക്ക് പോകാനും നെയ്യാറ്റിൻകരയ്ക്ക് പോകാനും ആകെ ഇവിടെ ഉള്ള നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു താലൂക്ക് ഹോസ്പിറ്റൽ നെയ്യാറ്റിൻകരയാണുള്ളത്. താലൂക്ക് ആശുപത്രിയിലേക്കാണ് ഇവിടെ പുന്നക്കാട്, പെരുമ്പഴൂർ, കളത്തുവിള ഈ ഭാഗത്തുള്ള എല്ലാവരും ഇതുവഴിയാണ് പോകുന്നത്. ഈ റോഡും ഇങ്ങനെ ആയതുകൊണ്ട് മൊത്തത്തിൽ ജനങ്ങളുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയാണ്. നടന്നു പോകാനും പറ്റുന്നില്ല. പെരുമ്പഴൂർ ഒരു ആട്ടോ പോലും വിളിച്ചാൽ വരില്ല. അത് പോയിട്ട് നമുക്കിവിടെ കട, ഒരു ചെറിയ കട ഉണ്ട്, കച്ചവടം. അത് ഇവിടെ ആളൊന്നും വരുന്നില്ല. ഇപ്പോൾ ചെരുപ്പൊക്കെ ഇട്ട ആൾക്കാർക്ക് ചെരുപ്പ് പോലും ഇട്ട് നടക്കാൻ പറ്റുന്നില്ല. നിലവിൽ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പ്രതിസന്ധി ഉള്ളതിനാൽ കിലോമീറ്ററുകളോളം അധികം യാത്ര ചെയ്യേണ്ട മറ്റു പാതകളെയാണ് യാത്രക്കാർ ആശ്രയിക്കുന്നത്. മുമ്പ് KSRTC സർവീസ് അടക്കമുണ്ടായിരുന്ന റോഡിൽ കാൽനട പോലും പ്രതിസന്ധിയിലായതോടെ പ്രദേശവാസികൾ അത്യാവശ്യത്തിന് വിളിച്ചാൽ ഒരു വാഹനം പോലും ഇവിടേക്ക് വരാത്ത സ്ഥിതിയാണ്. ഏതാണ്ട് ഈ റോഡ് പണി തുടങ്ങിയിട്ട് 2 വർഷം വരെയായി. കുറച്ച് പണി ചെയ്യും, കുറച്ച് പണി ചെയ്യാതെ അവർ ഇട്ടിട്ട് പോകും. വീണ്ടും മെറ്റിൽ നിരത്തി വീണ്ടും പൊടി അടിച്ചിട്ട് അവരങ്ങ് പോകും. ഇതുവരെ ആയിട്ട് ഈ പണി തുടങ്ങി 2 വർഷം വരെയായി. പല നോട്ടീസ് ബോർഡുകളിലൂടെ വെച്ച് അതിലൊന്നും കാര്യമായ കാര്യം ഉണ്ടായില്ല. എനിക്ക് കാല് വയ്യ, 2 കാലും തേയ്മാനമാണ്, മുട്ട് 2 തേയ്മാനമാണ്. ഞാനിങ്ങനെ ഈ വടി പോകുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ആട്ടോക്കാരെ വിളിച്ച് അവർ ഈ റോഡിൻ്റെ മോശം സ്ഥിതി അനുസരിച്ച് ആരും വരുന്നില്ല. നമുക്കിതുവഴി ബസ് സർവീസ് ഉണ്ടായിരുന്നു, ബസ്സില്ല. ഇപ്പോൾ സമാന്തര സർവീസ് ഉണ്ടായിരുന്നു, അവരും നിർത്തി. മറ്റ് യാതൊരുവിധ സംവിധാനങ്ങളുമില്ല. സ്കൂള്, കോളേജ്, കാട്ടാക്കട കോളേജിൽ പോകുന്ന കുട്ടികൾ ഇതുവഴിയാണ് ഈ റോഡാണ് ഉപയോഗിക്കുന്നത്. നെയ്യാറ്റിൻകര പോകുന്ന, ധനുശ്വരം കോളേജിൽ പോകുന്നവർ ഇതാണ് ഉപയോഗിക്കുന്നത്. പെരുമ്പഴൂർ സ്കൂളിൽ പോകുന്നവർ ഇതാണ് റോഡ്. കുട്ടികൾ വിഴുന്നഴിച്ചാണ് പോകുന്നത്, ബൈക്കിൽ പോകുന്നവർ. ഇഷ്ടംപോലെ വണ്ടിയായിരുന്നു പല സ്ഥലങ്ങളിൽ. ഇപ്പോൾ ഒരു വണ്ടിയില്ല. ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയ റൂട്ടായിരുന്നു നെയ്യാറ്റിൻകരയും അരീപ്പുറമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നത്. ഈ 12 വർഷത്തിനിടയിൽ വെച്ചിട്ട് ഈ റോഡ് ഒരു പ്രാവശ്യം പോലും പണി നടന്നിട്ടില്ല. PWയുടെ കീഴിൽ വരുന്ന റോഡാണ്. ഒരു 2 നിയോജക മണ്ഡലവും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അവർ 2 നിയോജക മണ്ഡലത്തിൻ്റെ MLA-മാരുണ്ടായിരുന്നത് ഈ 10 വർഷവും. എന്നിട്ട് അവരുടെ വളരെ അനാസ്ഥ. കാര്യം ഇവിടെ ഒന്നും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ ഒരു ഓട്ടോ വരത്തില്ല, ഒരു കാറിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഒരു വണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്നാൽ റോഡിന്റെ ഈ ശോചനാവസ്ഥയെക്കുറിച്ച് കളത്തുവിള വാർഡ് കൗൺസിലറുടെ പ്രതികരണം ഇങ്ങനെ: ഒരു 60 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചതാണ്. പക്ഷേ ഏകദേശം 9 മാസം വരെയായി വർക്ക് എടുത്തിട്ട്. സജ്ജി എന്ന് പറഞ്ഞ ഒരാൾ റസൽപുരത്തുള്ള കോൺട്രാക്ടറാണ് പണിയെടുത്തത്. പക്ഷേ ആ സമയം അത് കഴിഞ്ഞ് ഈ സൈഡ് 1/2 മീറ്റർ 1 മീറ്റർ വെച്ച സ്ഥലത്ത് സൈഡ് കൂട്ടിയപ്പോഴത്തേക്ക് മണ്ണ് മാറ്റി അവിടെ മെറ്റിലിട്ട് എല്ലാ പണിയും ചെയ്തു. മെറ്റിലിട്ട് വന്നപ്പോഴത്തേക്ക് ഈ യുദ്ധത്തിൻ്റെ വിഷയം വന്നിട്ട് ആറ് കിട്ടാനില്ലെന്ന് പറഞ്ഞ് ആ വിഷയത്തിലാണ് പണി അങ്ങനെ നിൽക്കുകയാണത്. ആൾക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അരുവിപ്പുറത്തെ ക്ഷേത്രത്തിലേക്കെത്താൻ തീർത്ഥാടകർ നേരത്തെ ആശ്രയിച്ചിരുന്നതും പ്രദേശത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കെത്താൻ പൊട്ടിപ്പൊളിഞ്ഞിട്ടും ഇന്നും വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്നതുമായ ഈ പ്രധാന പാത, ഇവിടേക്ക് ഇനിയും വികസനമെത്താൻ എത്ര കാലം ഇനിയും കാത്തിരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ പ്രധാന ചോദ്യം. ക്യാമറാമാൻ സജീവിനൊപ്പം അജ്മൽ ദിറാർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഈ റിപ്പോർട്ടോടെ പൊതുജനം കഴുതയല്ല സാർ പൂർണ്ണമാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.